ഹേയ് ഹലോ. അപ്പം നമുക്ക് ഇന്നത്തെ ഒരു വോട്ടായിട്ടിനിടെ നോക്കിയാലോ. ഇന്ന് നമ്മുടെ ബറാത്ത് രാവിൻ്റെ നോമ്പാണ്. അപ്പം നോമ്പിനും ഡയറ്റ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുന്നവർ ഒന്ന് ഈ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കണ്ടു നോക്കൂ കേട്ടോ. കണ്ടിട്ട് ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇത് അത്താഴത്തിന് ഞാൻ എടുത്ത ഫുഡാണ്. സാധാരണ ഞാൻ അത്താഴത്തിനൊന്നും കഴിക്കാറില്ല, എന്തെങ്കിലും ചായയോ എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിക്കാറ്. പക്ഷേ ഇന്ന് ഞാൻ വർക്കൗട്ടിനൊക്കെ പോകുന്നത് കൊണ്ട് തന്നെ കുറച്ചൊന്ന് ഹെവി ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. ഹെവി ആയിട്ട് എന്ന് പറഞ്ഞാൽ കുറേ കഴിക്കാമെന്നല്ല, ക്വാണ്ടിറ്റി കുറച്ചിട്ട് മാക്സിമം നമുക്ക് ക്വാണ്ടിറ്റി എത്ര കുറക്കാൻ പറ്റുമോ അത്രയും കുറക്കുക, എന്നിട്ട് വയറ് ഫില്ലാവുന്ന രീതിയിലുള്ള ഫുഡൊക്കെ എടുക്കുക. അപ്പം ഞാൻ ഇന്ന് ഇവിടെ ഇപ്പോൾ എടുത്തിട്ടുള്ളത് ഓട്സിൻ്റെ ഫ്രൂട്ട് ബൗളാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി വേണ്ടവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അത്യാവശ്യത്തിന് നമുക്ക് വയറ് ഫില്ലാവുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ അത്താഴത്തിന് കഴിച്ചത്. നെക്സ്റ്റ് ഞാൻ നോമ്പ് മുറിക്കുമ്പം ഒരു ഈത്തപ്പഴത്തിൽ തുടങ്ങിയേ. ഒരു ഈത്തപ്പഴം കഴിച്ച് നോമ്പ് തുറന്നേ. പിന്നെ ഇതൊരു ചെറിയ പഴമാണ്, അതായത് പൂവമ്പഴം എന്നാണ് നമ്മളിവിടെ പറയുക. അതൊന്നെടുത്തു. നെക്സ്റ്റ് ഇതാ ഞാൻ ജ്യൂസിന് പകരം ഇളനീരാണ് എടുത്തത്, കാരണം കുറച്ച് ക്ഷീണം ഉണ്ടായിരുന്നു. ഒന്നാമത് വർക്കൗട്ടിന് പോയിട്ടുണ്ടായിരുന്നു. വർക്കൗട്ട് കുറേ ചെയ്യാൻ പറ്റിയില്ല, എന്നാലും കുറച്ചൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് ക്ഷീണം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇളനീർ കുടിച്ചിട്ട് ശരിയാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാണ് ഞാനിപ്പോൾ നോമ്പ് തുറക്കുമ്പോൾ കഴിച്ചത്. നോമ്പ് തുറക്കുമ്പോൾ ഇത്ര ലൈറ്റാക്കിയത് വേറൊന്നും കൊണ്ടല്ല, എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ അത് പോവാതിരിക്കാൻ പറ്റില്ല, അതുകൊണ്ട് അതിന് പോകണമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ലൈറ്റാക്കിയിട്ട് നോമ്പ് തുറക്കുമ്പോൾ കഴിച്ചത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ കല്യാണത്തിന് പോയിട്ട് അവിടെ നിന്ന് ഒരു പൊറോട്ടയും കുറച്ച് ചിക്കൻ കറിയും പിന്നെ എന്താ പറയുക കുറച്ച് നമ്മളെ ലഗോൺ ചിക്കൻ ബിരിയാണി ആയിരുന്നു. അതിലുള്ള കുറച്ച് മസാല പീസസ് ആണ് ഞാൻ പറഞ്ഞത്, കുറച്ച് മസാലയും അങ്ങനെയാണ് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നമുക്ക് ഈ മാരേജിനും പ്രോഗ്രാംസിനൊക്കെ പോകുമ്പോൾ എന്തായാലും കഴിക്കാതിരിക്കാൻ വേണ്ടി പറ്റില്ല. അപ്പം നമുക്ക് റമദാൻ മാസവും ഡയറ്റ് ചെയ്യാൻ കഴിയണം. ഇതിപ്പോൾ ഒരു ഫംഗ്ഷൻ ഉള്ളതുകൊണ്ടാണ്, എന്നാലും ഞാൻ മാക്സിമം ക്വാണ്ടിറ്റി കുറക്കാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പം ഇന്ന് ഇത്രയൊക്കെയാണ് ഞാൻ കഴിച്ചത്. അടുത്ത വീഡിയോ വരുന്നത്. ബൈ.